2016 ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ഗൈസ്, എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അല്ലേ. വെറും 37 വയസ്സ് മാത്രം പ്രായമുള്ള സാൻഡ്ര എന്ന യുവതിയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. 2016 ഫെബ്രുവരി 20-നാണ് സാൻഡ്രയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മണിക്കൂറുകൾക്കകം തന്നെ സാൻഡ്ര മസ്തിഷ്ക മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആ സമയത്ത് അവർ 17 ആഴ്ച ഗർഭിണിയും കൂടി ആയിരുന്നു. വയറ്റിലുള്ള കുഞ്ഞും മരിച്ചിരിക്കാം എന്നായിരുന്നു ആദ്യം ഡോക്ടർമാർ കരുതിയിരുന്നത്. എന്നാൽ കുഞ്ഞിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ സാൻഡ്രയുടെ ശരീരം വെന്റിലേറ്ററിൽ സൂക്ഷിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുക്കാനാകുമോ എന്നൊരു പരീക്ഷണവും കൂടിയായിരുന്നു അത്. സാൻഡ്രയുടെ ശരീരം വെന്റിലേറ്ററുടെ സഹായത്തോടെ ആ കുഞ്ഞിന് വേണ്ടി മിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം ട്യൂബിലൂടെ വയറ്റിനുള്ളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള 15 ആഴ്ചകളിൽ സാൻഡ്രയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വയറ് വലുതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആശുപത്രിയിലെ ജീവനക്കാർ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതുകയും സാൻഡ്രയുടെ വയറ്റിൽ ഒഴിഞ്ഞുകൊടുത്തും പാട്ടുകൾ പാടിയും അവർ ആ കുഞ്ഞിന് അമ്മമാരായി മാറിയിരുന്നു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 107 ദിവസത്തിനു ശേഷം സിസേറിയനിലൂടെ ആ കുഞ്ഞിനെ അവർ പുറത്തെടുത്തു. 2016 ജൂൺ 7-നായിരുന്നു ആ അത്ഭുത ജനനം. സാധാരണ കുഞ്ഞുങ്ങളെ പോലെ വളർച്ചയുള്ള കുഞ്ഞായിരുന്നു. എന്നാൽ കുഞ്ഞിൻ്റെ ജനനത്തിലുള്ള സന്തോഷം ആശുപത്രി ജീവനക്കാർക്ക് ആഘോഷിക്കാനായില്ല. കാരണം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 37 വയസ്സ് മാത്രം പ്രായമുള്ള സാൻഡ്രയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ആ ശരീരം മിടിച്ചുകൊണ്ടിരുന്നത്. 107 ദിവസം ജീവച്ഛവമായി കഴിഞ്ഞ സാൻഡ്രയുടെ ശരീരത്തിന് ഈ ലോകത്തോട് വിട പറയാൻ സമയമായിരുന്നു. വെന്റിലേറ്റർ ഓഫ് ചെയ്ത് ഡോക്ടർമാർ അവരെ യാത്ര അയക്കുകയായിരുന്നു. ആ കുഞ്ഞിന് ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ ആ അമ്മ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ അവതരണത്തിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.